ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഭവം കർണാടക ഡിഷായ ഗോളി ബാജിയാണ്. കർണാടകയിൽ മാത്രമല്ല, കേരളത്തിലെ തന്നെ കാസർഗോഡ്, കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ സുപരിചിതമായ ഒരു ഫേമസ് സ്ട്രീറ്റ് ഫുഡാണ് ഗോളി ബാജി. വളരെ കുറഞ്ഞ ചേരുവകളിൽ സൂപ്പർ ടേസ്റ്റോടുകൂടി നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. തേങ്ങ ചട്നിയാണ് ഇതിൻ്റെ സൂപ്പർ കോമ്പിനേഷൻ. തേങ്ങ ചട്നി കൂട്ടി കഴിക്കുക, ഇത് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗോളി ബാജി എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൺ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. ഗോളി ബാജി തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് മൈദ മാവാണ്. മൈദ മാവിലാണ് ഇത് തയ്യാറാക്കുന്നത്. അതിന് ഞാൻ ഒരു 1.5 കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് തയ്യാറാക്കാനായി തുടങ്ങാം. ആദ്യം നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് 1 കപ്പ് തൈര് ചേർക്കാം. ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു നുള്ള് സോഡാപ്പൊടിയും 1 ടീസ്പൂൺ ഓയിലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ശേഷം ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ മൈദ മാവ് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അതായത് നമ്മൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അല്പം വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യാനുസരണം കുറച്ച് വേണം വെള്ളം ചേർക്കേണ്ടത്. ഒരു നല്ല തിക്ക് ബാറ്ററായിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. ഇതിൻ്റെ മിക്സിംഗ് ആണ് ഏറ്റവും പ്രധാനം. കാരണം എത്രത്തോളം നമ്മൾ ഇങ്ങനെ കുഴച്ചെടുക്കുന്നു അത്രത്തോളം നമുക്ക് സോഫ്റ്റായിട്ടും അതായത് പെർഫെക്റ്റ് ആയിട്ടും നമുക്ക് കിട്ടും. ഇത് പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റുമായിട്ടാണ് ഇത് വരുന്നത്. ബാറ്റർ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അത് ഞാനൊരു 1 മണിക്കൂർ അളവിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. ഇപ്പോൾ 1 മണിക്കൂർ അളവിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ ചേർക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങാക്കൊത്താണ്. അത് ഞാൻ 1 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ഇഞ്ചിയാണ്. അത് 1 കഷ്ണം അളവിലാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് 3 എണ്ണം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കറിവേപ്പിലയാണ്. അത് 1 പിടി ചെറുതായി അരിഞ്ഞതും മല്ലിയില 1/2 കപ്പും എടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ തീ വയ്ക്കേണ്ടത്. കുറഞ്ഞ ഫ്ലെയിമിലായാൽ എണ്ണ കുടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലാവുകയാണെങ്കിൽ പുറം ഭാഗം കരിയുകയും അകത്ത് വേകാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ തീ ഈ ഒരു അളവിലാണ് വയ്ക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബാറ്ററിൽ നിന്ന് അല്പം എടുത്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ഇടുന്ന സമയത്ത് തന്നെ അത് നന്നായിട്ട് പൊങ്ങി മുകളിലേക്ക് വരാൻ തുടങ്ങും. ഒരു ബോളിൻ്റെ ആകൃതിയിൽ വരാൻ തുടങ്ങും. ഇതിനെ തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ബാക്കിയുള്ളതും ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഗോളി ബാജി തയ്യാറായി കഴിഞ്ഞു. നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് ഗോളി ബാജി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാ ചട്നിയും കൂട്ടി നല്ല സൂപ്പറായിട്ട് കഴിക്കാവുന്നതാണ്. പൊളി ടേസ്റ്റാണ് ഇതിന്. സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അതുപോലെ തന്നെ വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി സ്നാക്ക് കൂടിയാണ് നമ്മുടെ ഈ ഗോളി ബാജി. നിങ്ങളും ഇതുപോലെ ഗോളി ബാജി ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.